ഹലോ. ചാപ്റ്റർ 12 ഷത്റഞ്ച് മേ മാത്. ഷത്റഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് ഗെയിമാണ്. പണ്ട് കാലത്തൊക്കെ കളിച്ചിരുന്ന, ഇന്നത്തെ കാലത്ത് ചെസ്സിന്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ചതുരംഗം അല്ലെങ്കിൽ ഷത്റഞ്ച്. അപ്പൊ ചതുരംഗം എന്ന ഗെയിമിലുള്ള മാത് എന്ന് പറഞ്ഞാൽ ഹാർ അല്ലെങ്കിൽ തോൽവി. അപ്പൊ ആ ഒരു ഗെയിം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഈ ചാപ്റ്റർ ഒരു നാടകം പോലെ അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെയാണ് ഉള്ളത്. പെഹലാ ദൃശ്യ, ദൂസരാ ദൃശ്യ എന്ന് പറഞ്ഞാൽ സീൻ ബൈ സീൻ അയച്ചാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് തെനാലി രാമകൃഷ്ണ. तेनाली रामकृष्ण, तेनाली राम विजयनगर के राजा कृष्णदेवराय के दरबार में विदूषक एवं राज परामर्शदा के रूप में जाने जाते थे. वे अपनी कुशाग्र बुद्धि और हास्य भरे वृत्तांतों के लिए प्रसिद्ध है. തെനാലി രാമകൃഷ്ണ അല്ലെങ്കിൽ തെനാലി രാമൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വിജയനഗരം എന്ന ഒരു സാമ്രാജ്യത്തില് കൃഷ്ണദേവരായർ എന്ന മഹാരാജാവിന്റെ ദർബാറിൽ ഉണ്ടായിരുന്ന ഒരു കോട്ട്ലിയർ ആണ്. ആ ഒരു കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെയധികം ബുദ്ധിമാനും രസികനും തമാശക്കാരനും ഒക്കെ ആയിട്ടുള്ള പ്രസിദ്ധനായ ഒരാളാണ് തെനാലിരാമൻ. पहला दृश्य, आदित्य दृश्य, राजा का दरबार. दरबारी अपने अपने आसन पर बैठे हैं. राजा और तेनालीराम के आसन अभी खाली है. രാജാവിന്റെ കോട്ടാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അതില് കോട്ട്ലിയേഴ്സ് അല്ലെങ്കിൽ ദർബാരി, അവിടുത്തെ ആളുകൾ ഉണ്ടാവല്ലോ, അവരൊക്കെ അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുകയാണ്. രാജ ഓർ തെനാലിരാം കെ ആസൻ അബി ഖാലി ഹെ. രാജാവിന്റെയും തെനാലിരാമിന്റെയും സീറ്റുകൾ കാലിയായി കിടക്കുകയാണ്. പെഹലാ ദർബാരി. അപ്പോ അവിടെയുള്ള ദർബാരികൾ, അവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആദ്യത്തെ ആള് എന്താണ് പറയുന്നത്? ദേക്കാ അബ് തക് നെയ് ആയേ തെനാലിരാമൻ. കണ്ടോ, ഇതുവരെ തെനാലിരാമൻ വന്നിട്ടില്ല. നമ്മൾ ക്ലാസ്സിൽ ടൈമിന് ചെല്ലുക എന്നുണ്ടല്ലോ. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും വന്നു, എന്നാ ഒരു കുട്ടി മാത്രം വന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ? കണ്ടില്ലേ, സമയമായി, അയാൾ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെയാണ് മറ്റു ദർബാരികൾ ഇവിടെ പറയുന്നത്. ദേക്ക അബ് തക് നെയ് ആയേ തെനാലിരാമൻ. दूसरा दरबारी, भला क्यों आएंगे जब स्वयं महाराज उनकी मुट्ठी में है तो वे हम जैसों को क्यों पूछेंगे. भला क्यों आएंगे, എന്തിനു വരണം? ജബ് സ്വയം മഹാരാജ് ഉൻകി മുട്ടി മേ ഹെ, രാജാവ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ. തോ ഹം ജൈസോൻകോ ക്യൂ പൂച്ചെങ്കെ. അതായത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, രാജാവിന് തെനാലിരാമൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ രാജസഭയിലുള്ള മറ്റുള്ളവർക്ക് ഈ കാര്യത്തിൽ വളരെയധികം അസൂയയുണ്ട്. അപ്പൊ അവര് പറയാ, എന്തിനു വരണം? രാജാവ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ, രാജാവിന് ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളല്ലേ, അപ്പൊ നമ്മളെയൊക്കെ എന്തിനു നോക്കുക? അയാൾക്ക് തോന്നിയ പോലെ വന്നാ പോരെ. തീസ്ര ദർബാരി. അടുത്ത ആള് പറയാണ്, മഹാരാജ് ने भी बहुत सिर चढ़ाया है तेनाली को. രാജാവും അയാളെ തലയിലേറ്റി വെച്ചിരിക്കുകയാണ്. രാജാവിനും അയാളെ ഭയങ്കര പ്രിയപ്പെട്ടതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചൗദാ ദർബാരി. അടുത്ത ആള്, രാജാക്ക് നക്കൽ കർത്താ ഹെ. രാജാവ് പറയുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഹാ തെനാലി, വാ തെനാലി, ക്യാ പത്തേ കി ബാത് കഹി തെനാലി ने. തെനാലി തെനാലി തെനാലി, കാൻ പക് ഗയേ ഹെ പ്രശംസ സുൻത്തെ സുൻത്തെ. അപ്പം ഇവര് പറയാണ്, എന്ത് പറയുമ്പോഴും വാ തെനാലി, സൂപ്പർ തെനാലി, എന്ത് കാര്യമാ പറഞ്ഞത് നോക്കൂ, വാവ്, തെനാലി തെനാലി തെനാലി, കേട്ട് കേട്ട് ചെവി വേദനിക്കുന്നു. പ്രശംസ സുൻത്തെ സുൻത്തെ, അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശംസിക്കുന്നത് കേട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. പഹല ദർബാരി, മഹാരാജ് കെ സിർ സെ തെനാലി കാ ഭൂത് ഉതാർന ഹോഗ. രാജാവിന്റെ തലയിൽ നിന്ന് തെനാലി എന്ന ഭൂതത്തിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ, മഹാരാജാവിന് തെനാലിരാമനെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, ആ ഇഷ്ടം കെടുത്തി അവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിത്നി ബാർ പ്രയത്നിക്കിയ, എത്ര പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിരിക്കുന്നു. തെനാലിക്ക് ചതുരായിക്ക് ആകെ ഏക് നഹി ചലി. തെനാലിരാമന്റെ ബുദ്ധിയിൽ ഒന്നും നടക്കുന്നില്ല. നമ്മൾ എത്ര ട്രിക്സ് മുമ്പും പ്രയോഗിച്ചതാണ്, പക്ഷെ ഒക്കെ തെനാലിരാമൻ പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. ഒന്നും വർക്കൗട്ട് ആയിട്ടില്ലല്ലോ. ചൗദാ ദർബാരി. അപ്പൊ നാലാമത്തെ ദർബാരി വീണ്ടും പറയാണ്, കൊച്ചു യുക്തി നികാലി ജായേ. എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കൂ. സബ് സോച്തേ ഹെ. എല്ലാരും കൂടി ഒരു ഐഡിയ ചിന്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? തെനാലിരാമനെയും
രാജാവിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി. പെഹ്ലാ ദർബാരി ചുടുക്കി ബജാത്തെ ഹുയെ. ആദ്യത്തെ ദർബാരി അപ്പൊ വിരലുകൾ ഞൊടിച്ചിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നികാൽ ലിയ മേനെ ഉപായ്, ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു, സുനോ എല്ലാരും കേൾക്കൂ. സബ് ഉസെ ഘേർ ലേത്തെ ഹെ, എല്ലാരും ആ ഒരു ദർബാരിയെ വട്ടം കൂടുകയാണ്. ആപ്പസ് മേ കുസുർ ഫുസുർ ഹോത്തി ഹെ, എല്ലാരും തമ്മില് കുശു 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 എന്ന് എന്തോ സീക്രട്ട് പറയാണ്. സബ് പ്രസന്ന ദിക്തേ ഹെ, എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് കാണപ്പെടുകയാണ്. തബി നഗാഡെ ബജ്നെ ലഗ്തേ ഹെ, അപ്പോഴാണ് ഡ്രമ്മിന്റെ ശബ്ദം കേൾക്കുന്നത്. രാജാവൊക്കെ സഭയിലേക്ക് കയറി വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഡ്രമ്മിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. അതുപോലെയുള്ള ഡ്രമ്മിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഏക് സേവക്, അപ്പൊ ഒരു സേവകൻ ഉറക്കെ വിളിച്ചു പറയാ, സാവധാൻ മഹാരാജാധിരാജ് കൃഷ്ണദേവരായർ പധാർ രഹേ ഹേ, രാജാധിരാജനായ മഹാരാജാവ് കൃഷ്ണദേവരായ് ഈ സഭയിലേക്ക് വരുന്നു എന്നുള്ള വാണിംഗ് കൊടുക്കുക. രാജ ബൈത്തേഹി, രാജാവ് സഭയിലെത്തി ഇരിക്കുമ്പം തന്നെ ചോദിക്കുകയാണ്, തെനാലിരാമൻ കഹാ ഹേ, തെനാലിരാമൻ എവിടെയാണ്? പെഹ്ലാ ദർബാരി ദർശകോങ്കോ ദേഖ്തേ ഹുവേ, മറ്റുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ട് ആദ്യത്തെ ദർബാരി പറയാ, ലോ ആത്തേ ഹി ആ ഗയി യാദ്, കേട്ടില്ലേ, വന്നപ്പോ തന്നെ രാജാവിന് തെനാലിരാമനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. രാജാസേ, എന്നിട്ട് തിരിഞ്ഞ് രാജാവിനോടായി പറയാ, അഭി നെഹി ആയേ, ഇതുവരെ വന്നിട്ടില്ല. ലഗ്താ ഹേ ശതരഞ്ജ് കാ ഖേൽ ജമാ ഹേ കഹി, തെനാലിരാമൻ എവിടെയോ ചതുരംഗം കളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. രാജ, ശതരഞ്ജ്, ചതുരംഗമോ? തെനാലിരാമൻ ക്യാ ശതരംഗ് കെ ഷൗക്കീൻ ഹേ? രാജാവ് ഇത് കേട്ടപ്പോ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ദൂസരാ ദർബാരി, ഹാ മഹാരാജ് വേ തോ അദ്ഭുത് ഖിലാഡി ഹേ, ഉറപ്പായിട്ടും മഹാരാജ്, തെനാലിരാമൻ ഭയങ്കര അത്ഭുത കളിക്കാരനാണ്, ഭയങ്കര സൂപ്പർ കളിക്കാരനാണ് എന്ന് പറയും. തീസറ ദർബാരി, അപ്പൊ അടുത്ത ദർബാരിയും കൂടി ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പർ മഹാരാജ് കെ ബരാബരി നെഹി കർ സക്തേ, തെനാലിരാമൻ സൂപ്പർ കളിക്കാരനൊക്കെയാണ്, പക്ഷെ മഹാരാജാവിനോട് കളിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ? മഹാരാജാവിന്റെ അത്രയ്ക്കൊക്കെ വരുമോ? ചൗദാ ദർബാരി, മഹാരാജ് ആജ്ഞാ ഹോ തോ മുക്കാബ്ല ആയോജിത് കിയാ ജായേ, രാജാവ് അനുവാദം തരികയാണെങ്കിൽ നമുക്കൊരു മത്സരം വെച്ച് നോക്കാം. മഹാരാജാവും തെനാലിരാമനും തമ്മില് ചതുരംഗം കളിച്ചിട്ട് ആര് ജയിക്കും എന്നുള്ളൊരു മത്സരം വെക്കാം. ഏക് ഓർ ആപ് ദൂസരി ഓർ തെനാലിരാമൻ, തെനാലിജി നെഹ്ലാത്തോ ആപ് ഭി തോ ദഹ്ലാ ഹേ, പറയാണ് തെനാലിജി ക്ലവർ ആണെങ്കിൽ, നെഹ്ല എന്ന് പറഞ്ഞാൽ ക്ലവർ അയച്ചുള്ള ആള്, തോ ആപ് ഭി തോ ദഹ്ലാ ഹേ, നിങ്ങൾ അതിനേക്കാളും വലിയ ബുദ്ധിമാൻ അല്ലേ? അപ്പൊ ഇവര് രാജാവിനെ പിരിയേറ്റി കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, വേറൊരാളുടെ എതിരായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടേയിരിക്കുകയാണ്. രാജ പ്രസന്ന ഹോക്കർ, ഇത് കേട്ടപ്പോ രാജാവ് ഭയങ്കര ഹാപ്പി, രാജാവിനെ കുറച്ച് കൂടുതൽ ഇവര് പൊക്കി പറഞ്ഞപ്പോ. ക്യാ ഉത്തം സുജാവ് ഹേ, വളരെ നല്ല തീരുമാനം, നല്ല ഐഡിയ ആണല്ലോ. ബരാബർ കാ ഖിലാഡി മിലെ തബി ഖേൽ കാ ആനന്ദ് ആത്താ ഹേ, കളിയിൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ആളെ കിട്ടുമ്പോഴാണ് ആ കളിക്കാൻ ഒരു രസമുണ്ടാവുക. യേ തെനാലി ബി ബടാ ചതുർ നിഗ്ല, മുझे ബതായ ക്യൂ നഹി, തെനാലിക്ക് ഈ കളി ഇത്രയും നന്നായിട്ട് അറിയാമെന്ന് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല. പെഹ്ലാ ദർബാരി, അപ്പൊ ആദ്യത്തെ ദർബാരി വീണ്ടും പറയാണ്, वो आपकी हार नहीं देखना चाहता महाराज, इसलिए छिपाए रखा. അപ്പൊ ഇവര് വീണ്ടും രാജാവിനെ ആ ഒരു വഴിയിലേക്ക് വരുത്താൻ വേണ്ടി പറയാ, രാജാവ് തോൽക്കുന്നത് തെനാലിരാമന് ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം നിങ്ങളോട് പറയാണ്ടിരുന്നത്. അതായത് രാജാവ് തോൽക്കും എന്ന് തെനാലിരാമൻ അങ്ങ് ചിന്തിച്ചു എന്നുള്ള രീതിയിലാണ് രാജാവിനോട് അവതരിപ്പിക്കുന്നത്. पर वास्तव में बड़ा गाग है तेनाली, एक से एक खिलाड़ियों को मात दे चुका है. വാസ്തവമേ ബഡാ ഗാഗ് ഹേ തെനാലി എന്ന് പറഞ്ഞാൽ ശരിക്കും അയാൾ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്, ഈ കളി നന്നായിട്ട് കളിച്ച് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഏക് സെ ഏക് ഖിലാഡിയോങ്കോ മാത് ദേ ചുക്കാ ഹേ, എല്ലാ കളിക്കാരെയും, ഓപ്പോസിറ്റ് വരുന്ന എല്ലാ കളിക്കാരെയും തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. രാജ ഗാഗ് ഹേ തോ ഹം ഭി കുച്ച് കം നഹി ഹോ ജായേ ദോ ദോ ഹാത്ത്, അതായത് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഞാനും ഒട്ടും കുറവല്ല, എനിക്കും ചതുരംഗം കളിക്കാൻ നന്നായിട്ട് അറിയാം.
ഹോ ജായേ ദോ ദോ ഹാത്ത്, അതായത് രണ്ടുപേരും, ഇതൊരു പ്രയോഗമാണ്. ഹോ ജായേ ദോ ദോ ഹാത്ത്, രണ്ടുപേരും കൂടി കളിച്ചു നോക്കിയാൽ എന്താവുമെന്ന് കാണാം. തെനാലി രാമൻ ജി ആ രഹേ ഹേ, സേവകൻ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയാണ്, തെനാലി രാമൻ വരുന്നുണ്ട്. തെനാലി രാമൻ ക പ്രവേശ്, അപ്പോഴാണ് തെനാലി രാമൻ സഭയിലേക്ക് പ്രവേശിക്കുന്നത്. തെനാലി ചുക്കർ, രാജാവിന്റെ മുമ്പില് കുനിഞ്ഞുകൊണ്ട്, പ്രണാം മഹാരാജാധിരാജ് കി ജയ് ഹോ, രാജാവിനെ വിഷയാണ്, രാജാധിരാജ് കോ ജയ് ഹോ എന്ന് പറഞ്ഞുകൊണ്ട്. രാജ മുഹ് ഫേർത്തെ ഹെ, തെനാലി ചോക്താ ഹെ, തെനാലി രാമൻ രാജാവിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വിഷ് ചെയ്ത സമയത്ത് രാജാവ് തന്റെ മുഖം തിരിക്കുകയാണ്. അപ്പൊ തെനാലി രാമൻ ആകെ അമ്പരന്ന് പോവാ, എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? തെനാലി ഇസ് തുച്ഛ സേവക പ്രണാം സ്വീകാർ കരേ മഹാരാജ്, ഈ ഹംബിൾ ആയിട്ടുള്ള സേവകന്റെ പ്രണാമം സ്വീകരിച്ചാലും മഹാരാജാവേ. രാജ ക്രോധിത്, രാജാവ് ദേഷ്യത്തോടെ, തെനാലി തുമ്നെ ബതായ നഹി കി തും ശത്രുഞ്ജ് മേ മാഹിർ ഹോ, നീ ചതുരംഗം കളിയിൽ ഭയങ്കര മാസ്റ്റർ ആണെന്ന് നീ എന്നോട് ഒരിക്കലും പറഞ്ഞില്ലല്ലോ എന്ന് രാജാവ് ദേഷ്യത്തോടെ ചോദിക്കും. തെനാലി ശത്രുഞ്ജ് ഓർ മേ, शतरंज के विषय में मैं कुछ नहीं जानता महाराज, ചതുരംഗം ആൻഡ് മീ, എനിക്ക് ചതുരംഗത്തെ പറ്റി ഒന്നും അറിയില്ല മഹാരാജ്. രാജ ക്രോധിത്, രാജാവ് വീണ്ടും ദേഷ്യത്തോടെ, മുझे सब पता है തെനാലി, എനിക്ക് എല്ലാം അറിയാം തെനാലി, ബാത് അബ് ചിപ് നഹി സക്തി, ഇനി നീ ഈ കാര്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ദർബാരിയോൻ സെ ക്യോ, അല്ലേ എന്ന് അവിടെ കൂടിയിരിക്കുന്നവരോടായിട്ട് ചോദിക്കുകയാണ്. മേലാ ദർബാരി, അപ്പൊ ആദ്യത്തെ ദർബാരി പറയാ, ഹാ മഹാരാജ്, ശരിയാണ് മഹാരാജ്, ബഡേ ബഡോങ്കോ മാത് ദി ഹേ തെനാലിനെ, മാത്ത് എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ വലിയ വലിയ കളിക്കാരെ വരെ തോൽപ്പിച്ച ആളാണ് ഈ തെനാലി. തീസ്ര ദർബാരി ജരാ ബച്ച് കേലിയക മഹാരാജ്, എന്നിട്ട് രാജാവിനോട് പറയാ, വലിയ വലിയ ആൾക്കാരെയൊക്കെ തോൽപ്പിച്ച ആളാ, ഒന്ന് സൂക്ഷിച്ചൊക്കെ കളിക്കണേ മഹാരാജ് എന്ന്. सब दरबारी मुंह छिपाकर हंसते हुए क्या आनंद आ रहा है, എല്ലാരും രാജാവ് തെനാലി രാമനോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷായി. അവരൊക്കെ മുഖം പൊത്തി വെച്ച് ചിരിച്ചുകൊണ്ട് പറയാ, ഓ എന്തൊരു സന്തോഷം തോന്നുന്നു, രാജാവ് തെനാലി രാമനെ വഴക്ക് പറയുന്നുണ്ട് അല്ലേ. തെനാലി ഘബരാക്കർ, ഇത് കേട്ടപ്പോ തെനാലി രാമൻ പേടിച്ചു പോയി. पर मुझे वास्तव में शतरंज का ज्ञान नहीं महाराज, ശരിക്കും എനിക്ക് ചതുരംഗത്തിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്കത് കളിക്കാൻ അറിയില്ല മഹാരാജ്. ഇസ് അനാഡിക്ക് സംഗ് ഖേൽക്കർ ആപ് പശ്ചായെങ്കെ, ഈ കളി ഒന്നും അറിയാത്ത ഒരാളുടെ കൂടെ കളിച്ചിട്ട് നിങ്ങൾ ഭാവിയിൽ പശ്ചാത്തപിക്കും, നിങ്ങൾക്ക് തന്നെ തോന്നും വേണ്ടായിരുന്നു എന്ന്. രാജ കോയി ബഹാന നെയ് ചലേഗ, ഇനി നിന്റെ അടവൊന്നും ഇവിടെ നടക്കില്ല, നീ നിന്റെ എക്സ്ക്യൂസസ് ഒന്നും കൊണ്ട് വരണ്ട. എന്നിട്ട് സേവകരോടായിട്ട് പറയാ, ജാओ വ്യവസ്ഥ കരോ, പോകോ, എന്നിട്ട് വ്യവസ്ഥ കരോ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യൂ, ചതുരംഗം കളിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യൂ. തെനാലി മേ നെഹി ഖേൽത്ത ശതരഞ്ജ്, തെനാലി രാമൻ വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്, മേ നെഹി ഖേൽത്ത ശതരഞ്ജ്, എനിക്ക് ചതുരംഗം കളിക്കാൻ പറ്റില്ല. സിർ ടോക്താ ഹേ, തലയിൽ ചെറുതായിട്ട് അടിച്ചുകൊണ്ടാണ് പറയുന്നത്. ആകെ ഇനി എന്ത് ചെയ്യും, രാജാവാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു ടെൻഷനോടെയാണ്, എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന് തെനാലി രാമൻ പറയാ. पहला दरबारी തെനാലി ജി ക്യൂ അസ്വീകാർ കർത്തേ ഹോ, എന്താ തെനാലി ജി നിങ്ങൾ രാജാവ് പറഞ്ഞൊരു കാര്യം സ്വീകരിക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നത്? ദൂസര ദർബാരി ജബ് മഹാരാജ് ने സ്വയം നേതാ ദിയാ ഹേ, നോക്കൂ ഇവിടെ മഹാരാജ് സ്വന്തം തന്നെയാണ് നിങ്ങളെ ഈ ഒരു കളിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. തീസ്ര ദർബാരി തെനാലി ജി ദാവ് ജരാ സോച്ച്കർ ചലിയേഗ, ചതുരംഗ കളിയിൽ ഓരോ ക്യാരക്ടേഴ്സിനെ ആയിട്ട് മുന്നോട്ട് നീക്കണം അല്ലെ, അപ്പൊ ഓരോ നീക്കങ്ങളും സൂക്ഷിച്ച് സോച്ച്കർ, ചിന്തിച്ച് വേണം ചെയ്യാൻ കേട്ടോ. തെനാലി രാമനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സബി ഹസ്കർ തെനാലി കെ അസമഞ്ജസ് കാ ആനന്ദ് ലൂട്ടെ ഹേ, തെനാലി രാമൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ടെൻഷൻ ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ എല്ലാരും ചിരിച്ച് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക, എല്ലാരും തെനാലി രാമനെ കളിയാക്കുകയാണ്. തെനാലി ഉനെ ദേഖ്താ ഹുവാ കുച്ച് സോച്താ ഹേ,
അവരെയൊക്കെ നോക്കിക്കൊണ്ട് തെനാലിരാമൻ എന്തോ ചിന്തിക്കുകയാണ്. തെനാലിരാമൻ ആളൊരു ബുദ്ധിമാനായ ആളാണല്ലേ. തെനാലി ദർശകോൻസെ, ഇവിടെ ദർശകോ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രാമ അരങ്ങേറുകയാണ്. അപ്പൊ ഡ്രാമ നടക്കുന്ന സമയത്ത് അത് കാണുന്ന ആളുകളോടായിട്ട് പറയുന്നത് പോലെയാണ് പറയുന്നത്. സംജ, ഇപ്പൊ മനസ്സിലായി. ചാൽ ചലി ഹേ സബ്നെ, എല്ലാരും കൂടി എനിക്കെതിരെ എന്തോ ഒരു ട്രിക്ക് എടുത്തിരിക്കുകയാണ്. ടീക് ഹേ, ഓക്കെ, അപ്പൊ ശരിയാക്കി തരാം എന്നുള്ളൊരു ഭാവത്തില്. പർദ ഗിർതാ ഹേ, അപ്പൊ ആദ്യത്തെ ദൃശ്യം അവിടെ കഴിയാണ്. ഫസ്റ്റ് സീൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സീനിലേക്ക് പോകണം അല്ലെ. അപ്പോ അതിന്റെ മുമ്പായിട്ട് പർദ ഗിർതാ ഹേ. ദൂസര ദൃശ്യം, രണ്ടാമത്തെ ദൃശ്യം. അപ്പൊ കർട്ടൻ വീണ്ടും ഉയർന്ന് രണ്ടാമത്തെ ദൃശ്യമാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. ദർബാർ ഭവൻ, ദർബാർ ഹാൾ ആണ് അടുത്ത ദൃശ്യത്തിൽ ആദ്യം തന്നെ കാണുന്നത്. ബീച്ച് മേ ചോക്കെ ഉസ്പർ ഗദ്ദി, ദർബാർ ഹാളിന്റെ നടുക്കായിട്ട് ഒരു ചെറിയ പീഠം, രാജാവിന് ഇരിക്കാനുള്ള നല്ല കുഷ്യനൊക്കെ ഉള്ള ഒരു ചെയറാണ്. ഏക് ഓർ താക്കേസെ ടീക്കെ രാജ, അതിന്റെ ഒരറ്റത്തായിട്ട് ഒരു കുഷ്യനിൽ അല്ലെ ഒരു പില്ലോയില് ചരിഞ്ഞ് രാജാവ് അങ്ങനെ ഇരിക്കുകയാണ്. സാംനെ മുഹ്ലഡ്കായെ തെനാലി, അതിന്റെ തൊട്ടടുത്ത് തന്നെ തല താഴ്ത്തി ഇരിക്കുകയാണ് തെനാലിരാമൻ. ബീച്ച് മേ ശതരഞ്ജ് കി ചാദർ ബിച്ചി ഹേ, ചതുരഞ്ജ് കെ ചാദർ എന്ന് പറഞ്ഞാൽ ബോർഡ് ഗെയിമിന്റെ വലിയ ബോർഡ് ഉണ്ടാവില്ലേ, അന്നത്തെ കാലത്തൊക്കെ ഒരു മാറ്റില് അല്ലെങ്കിൽ ഒരു തുണിയിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു തുണി സെൻട്രലില് വിരിച്ചു വെച്ചിരിക്കുകയാണ്. ചാരോ ഓർ ദർബാരി ഓർ അന്യ ലോക് ബൈഠേ ഹേ, അതിന്റെ ചുറ്റുഭാഗത്തും ഈ കളി കാണാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ സഭയിലുള്ള എല്ലാവരും അതിന്റെ ചുറ്റുമായിട്ട് രാജാവും തെനാലിരാമനും കളിക്കുന്നത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ദർബാരിഗൺ, അപ്പൊ എല്ലാ ദർബാരികളും ഒരുമിച്ച് പറയാ. ദർശകോൻസെ, നമ്മളോടായിട്ട് പറയാണ്. അബ് ബർസേഗ മഹാരാജ് കാ ക്രോധ് തെനാലി പർ, ഇനി കാണാം എങ്ങനെയാണ് രാജാവിന്റെ ദേഷ്യം തെനാലിരാമനിലേക്ക് വരുന്നത്. രാജ, ഹാ ബൈ തെനാലി, ഖേൽ ആരംഭോ, ഓക്കെ ബ്രദർ തെനാലി, കളിക്കാൻ തുടങ്ങൂ. തെനാലി, മൂ ലഡ്കായെ ധീരേസെ, മഹാരാജ് ആരംഭ് കരേ. തെനാലിരാമൻ മെല്ലെ മുഖം തിരിച്ചുകൊണ്ട് പറയാ, മഹാരാജ് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യൂ, ആരംഭ് കരേ. രാജ, യേ ചലാമേ പെഹലി ചാൽ, മോഹര ഉടാക്കർ രക്തേ ഹോ. അപ്പൊ രാജാവ് ഓക്കെ അഗ്രി ചെയ്തു. എന്നിട്ട് രാജാവിന്റെ ആദ്യത്തെ ഒരു ക്യാരക്ടറിനെ മുന്നോട്ട് നീക്കുകയാണ്. ചോദ ദർബാരി, നാലാമത്തെ ദർബാരി പറയാ, ക്യാ ചാൽ ചലി ഹേ മഹാരാജ്നെ, നോക്കൂ രാജാവ് എന്ത് നല്ല കളിയാണ് കളിച്ചത്, രാജാവ് കളിച്ചത് കാണൂ. എല്ലാരും രാജാവിനെ ചുറ്റും നിന്ന് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. താലി ബജാത്താ ഹേ, കൈയടിക്കുന്നുണ്ട്. തെനാലി സോച്ച് മേ, തെനാലി ഇങ്ങനെ ചിന്തിക്കുക, ആ ക്യാ ചലോ, തെനാലിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. തെനാലി ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇനിയിപ്പൊ ഞാൻ എന്തിനെ നീക്കും, ഇതിൽ നിന്ന് എന്ത് കാര്യം ഞാൻ മുന്നോട്ട് നീക്കും. ദൂസര ദർബാരി, പർ ഹമാരെ തെനാലി ബി കുച്ച് കം നഹി, അപ്പൊ അവര് ഈ സൈഡിൽ നിന്ന് തെനാലിരാമനെയും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. തെനാലിരാമനെ ആക്ച്വലി അവര് കളിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ തെനാലിയും ഒട്ടും കുറവൊന്നും അല്ല. തെനാലി അപ്നെ ആപ്സെ ഏക് മോര ഉടാത്തെ ഹുയെ, തെനാലിരാമൻ അതിൽ ഏതോ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് സ്വയം പറയാണ്, ചലോ ഇസ്കോ ബഡാത്താ ഹോ, ഇതിനെ അങ്ങ് മുന്നോട്ട് നീക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരു കോയിനെ മുന്നോട്ട് നീക്കുന്നു. രാജ ദർശകോൻസെ, സബ്സെ പേലെ മന്ത്രി, ചെസ് ബോർഡിലൊക്കെ ആദ്യമായിട്ട് നീക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലുള്ള സോൾജറിനെയാണ്, ഒരു ആളിനെയാണ്, അല്ലാതെ മന്ത്രിയൊന്നും ആരും ആദ്യം തന്നെ നീക്കില്ല. അവശ്യ കോയി ഗൂഢ് ചാൽ ഹേ, സോച്ച് സമർക്കർ ചലൂ. അപ്പൊ രാജാവ് മനസ്സിലാലോചിക്കാം, സാധാരണ എല്ലാരും ആദ്യം തന്നെ സോൾജറിനെ അല്ലേ നീക്കുന്നത്, ഇയാള് ആദ്യം തന്നെ മന്ത്രിയെ നീക്കിയോ, എന്തോ ഒരു ഗൂഢ ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഭയങ്കര ശ്രദ്ധയോടെ വേണം കളിക്കാൻ. തെനാലി ദർശകോൻസെ, കുച്ച് ബി ചലേ മുജേ ക്യാ, അപ്പൊ തെനാലിരാമൻ ആളുകളോടായിട്ട് പറയാ, ഏത് വേണമെങ്കിലും നീക്കിക്കോ, എനിക്കെന്താ. രാജാസെ, രാജാവിനോട്, ലീജിയെ യേ ചല, ഞാൻ ഇതാണ് നീക്കിയത്. രാജ ധീരേസെ, രാജാവ് മെല്ലെ, യേ ക്യാ ചതുരായി ഹേ യാ മൂർഖത,
രാജാവിന് തെനാലിരാമന്റെ കളി കണ്ടപ്പോ മനസ്സിലാലോചിക്കുക, ഇത് ഭയങ്കര കണ്ണിങ് അയച്ചുള്ള കളിയാണോ അതോ മണ്ടത്തരാണോ? തെനാലി അബ് ചലാ യ ഗോഡ. രാജാവ് നീക്കി കഴിഞ്ഞപ്പോ തെനാലിരാമൻ അടുത്തത് നീക്കാൻ തുടങ്ങി. അബ് ചലാ യ ഗോഡ, ഹോഴ്സിനെ നീക്കി. രാജ അരെ യേ തോ സരാസർ മൂർഖത ഹേ, ഇത് വെറും മണ്ടത്തരാണല്ലോ കളിക്കുന്നത്. അവശ്യ ജാൻ ബൂജ്കർ ഹാർ രഹാ ഹേ, ഉറപ്പായിട്ടും അറിഞ്ഞുകൊണ്ട് തോൽക്കുകയായിരിക്കും. ഗർജ് കർ തെനാലി മൻസേ ഖേലോ. രാജാവ് വിചാരിക്കുകയാണ് തെനാലിരാമൻ ഒരു മണ്ടത്തരം കളിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോ ഇങ്ങനെ അറിയാത്ത പോലെ നീക്കുന്നത് സ്വയം തോൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? പെഹല ദർബാരി ടീക് സെ ഖേൽ ജമാओ തബി മഹാരാജ് കോ ആനന്ദ് ആയേഗ. അപ്പൊ ചുറ്റുമുള്ള ദർബാരികളൊക്കെ പറയാ, ശരിക്കും കളിക്കൂ തെനാലിരാമ, അപ്പോഴല്ലേ രാജാവിന് ഹാപ്പി ആയിട്ട് കളിക്കാൻ പറ്റൂ. ഇതിന്റെ ഒരു എൻജോയ്മെന്റ് വേണമെങ്കിൽ ശരിക്കും കളിക്കൂ, അറിഞ്ഞുകൊണ്ട് തോൽക്കാതിരിക്കൂ. ദൂസര ദർബാരി മഹാരാജ് കോ അനാഡി നഹി ബരാബരി കാ ഖിലാഡി ചാഹിയേ. മഹാരാജാവിന് ഇതുപോലത്തെ പൊട്ടം കളിക്കുന്ന ആളുകളെയല്ല വേണ്ടത്, ഈക്വൽ ആയിട്ട് കളിക്കുന്ന ആളുകളെയാണ് വേണ്ടത്. ചൗദ ദർബാരി ആപ് കുശൽ ഖിലാഡി ഹേ ജാൻകർ മത് ഹാരിയേ. നിങ്ങൾ നല്ലൊരു കളിക്കാരനാണ്, ഇവിടെ അറിഞ്ഞുകൊണ്ട് തോൽക്കാതിരിക്കൂ. തെനാലി അച്ഛ തമാശ ബൻ രഹാ ഹേ മേര. തെനാലിരാമൻ വിചാരിക്കുക, അയ്യോ എല്ലാരും കൂടി എന്നെ ശരിക്കും നാണം കെടുത്തുകയാണല്ലോ. രാജ സംജാത്തെ ഹുയെ ടീക് സെ ഖേലോ യ മത് സംജോ കി മേ ആസാനി സെ ഹാർ ജാऊंगा. രാജാവ് തെനാലിരാമനോട് പറയാ, ശരിക്കും കളിക്കൂ, നീ നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റു എന്നൊന്നും നീ വിചാരിക്കണ്ട, എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം, അപ്പോ നീ ശരിക്കും ആലോചിച്ച് തന്നെ കളിക്കൂ, ഞാൻ തോറ്റു പോവൊന്നുമില്ല. തെനാലി मैंने सच कहा महाराज, मुझे खेल का ज्ञान नहीं है. राजा क्रोधित तो क्या ये सब असत्य बोल रही है. തെനാലിരാമൻ അപ്പൊ പറയാ, രാജാവേ ഞാൻ സത്യം പറഞ്ഞതാണ്, എനിക്കിത് കളിക്കാൻ അറിയില്ല. അപ്പൊ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പോ എന്താ ഈ ചുറ്റും ഇരിക്കുന്ന എല്ലാരും അസത്യ ബോൽ രഹി ഹേ, കള്ളം പറയാണെന്നാണോ? സബ് ദർബാരി हमने महाराज अपनी आंखों से इन्हें बाजी पर बाजी जीतते हुए देखा है. രാജാവേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ഇയാള് മറ്റുള്ളവരുമായിട്ട് കളിച്ചിട്ട് ജയിക്കുന്നത്. രാജ സുന യദി അബ് ഭി ഹാരെ തോ അച്ഛാ നഹി ഹോഗ. തെനാലി ചാൽ ചൽത്താ ഹെ. തെനാലി ചാൽ ചൽത്താ ഹെ. തെനാലിരാമൻ തന്റെ അടുത്ത നീക്കം നീക്കുകയാണ്. രാജ ഗർജ് കർ ഫിർ അനാഡി ചാൽ, പിന്നെയും മണ്ടത്തരാണോ കളിക്കുന്നത്? അപ്ന സഹി രംഗ് ദിഖാവോ ഖേൽ ജമാവോ, ശരിയായിട്ട് കളിക്കൂ, നിന്റെ ഒറിജിനൽ ഗെയിം പുറത്തെടുക്കൂ. തെനാലി ജൈസി ആജ്ഞ ലീജിയെ യേ ചൽത്താ ഹൂം. അപ്പൊ തെനാലിരാമൻ പറഞ്ഞു, എന്റെ അടുത്ത നീക്കം ഞാൻ നീക്കിയിരിക്കുന്നു. രാജ ഉഡ് ഗയാ തുമാര പ്യാദ ക്രോധിത് ഫിർ ജാൻകർ ഹാരേ തും. പിന്നെ നീ അറിഞ്ഞുകൊണ്ട് തോൽക്കുകയാണ്. पहली दरबार महाराज अति चतुर है, उनका अपमान किया तो ठीक नहीं होगा तेनाली. അപ്പൊ ആദ്യത്തെ ദർബാരി പറയാ, മഹാരാജ് അതി ചതുർ ഹേ, മഹാരാജ് വളരെ ബുദ്ധിമാനായ ആളാണ്. ഉൻക അപമാൻ കിയാത്തോ, അദ്ദേഹത്തിനെ അപമാനിക്കുക എന്ന് പറഞ്ഞ ടീക് നഹി ഹോഗ തെനാലി, അത് ശരിയല്ല. ദൂസരി ദർബാരി ഭട്കാത്തെ ഹുയെ മഹാരാജ് കാ ക്രോധ് ഭയങ്കര ഹേ തെനാലി. മഹാരാജാവിന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, നീ വെറുതെ കളിക്കണ്ട, ശരിയായ ചില കളി പുറത്തെടുക്കൂ. രാജ അബ് കി ഹാരെ തോ ബരി സഭാ മേ തുമാരാ സിർ മുണ്ട്വാ ദൂങ്ക. രാജാവ് തെനാലിരാമനോട് ആകെ പറഞ്ഞു മടുത്തു. അവസാനം രാജാവ് പറയാ, ഇനി നീ ഈ കളിയിൽ തോറ്റു കഴിഞ്ഞ ഈ ആളുകളുടെ ഒക്കെ മുന്നില് നിന്റെ സിർ മുണ്ട്വാ ദൂങ്ക, നിന്റെ തല ഷേവ് ചെയ്യുന്നതാണ്, മുടിയൊക്കെ വടിച്ചു കളയുന്നതാണ്. ഗേൽ ആരം കർത്തേ ഹുയെ യേ രഹി മേരി ചാൽ. എന്നിട്ട് വീണ്ടും എല്ലാം ശരിയാക്കി വെച്ചിട്ട് രാജാവ് കളി തുടങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ കരു മുന്നോട്ട് നീക്കിയിട്ട് പറഞ്ഞു, ദാ ഞാൻ കളിച്ചു തുടങ്ങി, ഇനി നീ കളിച്ചോ, നീ ഇപ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ നിന്റെ തല ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഷേവ് ചെയ്യുന്നതാണ്. തെനാലി സിർ ചുക്കാത്തെ ഹുയെ. തെനാലി തല കുനിച്ചുകൊണ്ട് മേനെ ഇസേ ദിയ ഉത്തർ. തെനാലി ഒന്നും നോക്കിയില്ല, അടുത്തൊരു കരു മുന്നോട്ട് നീക്കിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് എന്റെ കരു, ഇതാ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നു. സമ്പൽ ജാവോ യ ഹുയി മേരി അഗ്ലി ചാൽ. അപ്പൊ രാജാവ് അടുത്ത കരു നീക്കുകയാണ്. നോക്കിക്കോ, ഇതാണ് എന്റെ അടുത്ത കരു എന്ന് പറഞ്ഞ രാജാവ് കരു മുന്നോട്ട് നീക്കുകയാണ്. തെനാലി ഓർ യ
മേര ദാവ്. അപ്പൊ തെനാലിൻ്റെതും ഇവര് ഓരോ കരുക്കൾ നീക്കുമ്പോഴും ഓരോ ഒരു ഡയലോഗ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നോക്കൂ, എന്റെ നീക്കം നോക്കൂ, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഉത്തരം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരോ കരുക്കൾ നീക്കുന്നത്. രാജ സായാന മന്ത്രി ക്യോ ചലേ. അപ്പൊ രാജാവ് ചോദിക്കുക, കുടിക്കുകയല്ലോ, മന്ത്രിനെ എന്തിനാ നീക്കിയത്? തെനാലി രാജാക്കെ ബച്ചാവ് കെ ലിയെ മന്ത്രി ബടായ. രാജാവിനെ രക്ഷിക്കാനാണ് മന്ത്രിയെ നീക്കിയത്. ചെസ് ബോർഡില് മന്ത്രിയും രാജാവും ഒക്കെ ഉണ്ടല്ലേ. അപ്പോ മന്ത്രി എന്തിനാ നീക്കിയതെന്ന് രാജാവ് ചോദിച്ചപ്പോ തെനാലി പറഞ്ഞു, ഇതിലുള്ള രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മന്ത്രിയെ നീക്കിയത്. രാജ ഓർ യേ ഗയാ തുമാരാ മന്ത്രി. അപ്പൊ രാജാവിന്റെ കരുകൊണ്ട് തെനാലിയുടെ മന്ത്രിനെ വെട്ടിക്കളയാ. എന്നിട്ട് പറഞ്ഞോണ്ടോ, നിന്റെ മന്ത്രി പോയി. തെനാലി അബ് ആയേ സ്വയം രാജ. ഇപ്പൊ രാജാവിനെ തന്നെ മുന്നോട്ട് നീക്കിക്കൊണ്ടാണ് തെനാലി രാമൻ കളിക്കുന്നത്. രാജ ഗയാ തുമാരാ രാജ ഫിർ പിട് ഗയാ. അപ്പോ രാജാവിനെ ശരിക്ക് ചെസ് ബോർഡിൽ ആരും രാജാവിനെ ഇറക്കി കളിക്കില്ല. കാരണം രാജാവ് പോയി കഴിഞ്ഞാൽ അതോടെ ആ ഗെയിം അവിടെ സ്റ്റോപ്പ് ആവും. പക്ഷെ തെനാലിരാമൻ ഈ കളി അറിയാത്തത് കൊണ്ട് അടുത്തത് രാജാവിനെ ഇറക്കി കളിച്ചു. അപ്പൊ ഈസി ആയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന രാജാവിന്റെ ഏതോ കരുകൊണ്ട് തെനാലിരാമന്റെ രാജാവിനെ വെട്ടി. എന്നിട്ട് പറയാ, നിന്റെ രാജാവ് പോയി, കണ്ടില്ലേ, ഇത്തിനി മൂർഖത, ഇത്രയും മണ്ടത്തരോ, മുझे വിശ്വാസ് നഹി രഹാ തും പർ തെനാലി. ഇത്രയും മണ്ടത്തരം നീ കാണിക്കും, എനിക്ക് വിശ്വാസം വരുന്നില്ല തെനാലി. ഉഡ് ഖടേ ഹോത്തെ ശതരഞ്ച് ഉലട്ട് ദേത്തെ ഹേ, മോഹർ ഉഡാക്കർ ജോരോൻ സെ ഫേക്തേ ഹേ. രാജാവിന് ആകെ ദേഷ്യം വന്നു. രാജാവ് എണീച്ച് ആ ഒരു ചതുരംഗത്തിന്റെ ബോർഡ് അല്ലെങ്കിൽ ആ ചെസ് ബോർഡ് എറിഞ്ഞു കളയുക. അതിലുള്ള ഓരോ കരുക്കളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയാണ്. അച്ഛാ ഗേൽ ബനായ ഹമാര, നീ എന്നെ ഇങ്ങനെയും കളിയാക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ദർബാരിയോൻസെ, എന്നിട്ട് അവിടെ ഉള്ളവരോട് അയച്ചു പറഞ്ഞു, കൽ ദർബാർ മേ നായി ബുലാന, നാളെ മുടി വെട്ടുന്ന ആളെ ഈ ദർബാറിലേക്ക് വിളിക്കണം. തെനാലിക്ക് ബാൽ ഉദർവാവുക, തെനാലിയുടെ മുടി വെട്ടുന്നതാണ്. അപമാൻ കാ ബദ്ല ലൂങ്ക, എന്നെ ഇപ്പൊ അപമാനിച്ചതിന്റെ ഉറപ്പായിട്ട് ഞാൻ അതിന്റെ പ്രതികാരം വീട്ടുന്നതാണ്. തംതമായ ചേരാലിയെ പാവ് പടുക്കത്തെ ചൽ ദേത്തേ ഹേ. രാജാവ് ആകെ ദേഷ്യപ്പെട്ട മുഖത്തോടെ അവിടുന്ന് തിരിഞ്ഞ് കാല് വലിച്ച് നീട്ടി വെച്ച് നടന്നു പോയി. മേല ദർബാരി പ്രസന്ന ഹോക്കർ, ഈ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവിടുത്തെ ദർബാരിയോമെല്ലാം സന്തോഷമായി. കാരണം അവർ ഈ ഒരു ഐഡിയ പ്രയോഗിച്ചതേ എന്തിനാണ്? രാജാവിന് തെനാലിരാമനോട് ദേഷ്യം വരുത്താൻ വേണ്ടിയല്ലേ. ഫൈനലി അത് തന്നെ സംഭവിച്ചു. തെനാലിരാമന് കളി അറിയാത്തത് കൊണ്ടാണ് തോറ്റുപോയത്. പക്ഷെ രാജാവ് വിചാരിച്ചു, ഇത്രയും നന്നായി കളിക്കാൻ അറിയുന്ന ആള് എന്റെ മുമ്പില് അഭിനയിക്കുകയാണ്, കളിക്കാൻ അറിയാത്ത പോലെ ആക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ തോറ്റതെന്ന്. അതുകൊണ്ടല്ലേ രാജാവിന് ഇത്രയും ദേഷ്യം വന്നത്. അപ്പൊ പെഹല ദർബാരി ബൻ ഗൈന ബാർ. അപ്പൊ മറ്റുള്ളവരോടായിട്ട് പറയാ, കണ്ടില്ലേ നമ്മുടെ ഐഡിയ സക്സസ് ആയില്ലേ. തെനാലി മൂ ചിപ്പായേ, തെനാലി മുഖം പൊത്തിക്കൊണ്ട് ഭരി സഭാമേ മുണ്ടൻ, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്റെ തല ഷേവിയോ. ഇസ്സേ ബഡ്കർ ഹെ കോയി അപമാൻ, ഇതിനേക്കാളും വലിയൊരു അപമാനം വേറെയുണ്ടോ? പർദ ഗിർത്ത. അങ്ങനെ ആ ഒരു ദൃശ്യവും അവിടെ അവസാനിക്കുകയാണ്. കർട്ടൻ താന്ന് താന്ന് വരികയാണ്. തീസ്ര ദൃശ്യം. അങ്ങനെ മൂന്നാമത്തെ ദൃശ്യമായി ദർബാർ ഭവൻ ബീച്ച് മേ ഊഞ്ച മഞ്ച്. ദർബാർ ഭവൻ തന്നെയാണ് ഈ ഒരു സീനിലും കാണിക്കുന്നത്. നടുക്ക് തന്നെ വലിയൊരു സ്റ്റേജ് ഉണ്ട്. രാജ സിംഹാസൻ പർ, രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. തെനാലി അപ്നെ ആസൻ പർ, തെനാലിരാമൻ അദ്ദേഹത്തിന്റെ സീറ്റിലും ഇരിക്കുകയാണ്. ഏക് സേവക് നായി കോ ഖീച്താ ഹുവാ ലാത്താ ഹേ, അവിടെയുള്ള ഒരു സേവകൻ ഒരു ബാർബറിനെ പിടിച്ചു വലിച്ച് ആ സഭയിലേക്ക് കൊണ്ടുവരികയാണ്. നായി രാജാക്ക് സാമനെ ഗിർക്കർ, ബാർബർ ആണെങ്കിൽ ആകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പിടിച്ചു വലിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണെന്നാണ് കരുതിയത്. എന്നിട്ട് പറയാ, മെനെ കുച്ച് നഹീ കിയാ മഹാരാജ്, മേ നിർദോഷ് ഹൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിർദോഷിയാണ്. ഉടോ ഉടോ തുമേ കോയി ദണ്ഡ് നഹീ മിൽ രഹാ ഹേ, രാജാവ് പറയാ, എണീക്കൂ എണീക്കൂ, നിനക്കൊരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. നായി പ്രസന്ന നഹി ഫിർ, അത് കേട്ടപ്പോ ബാർബർക്ക് പെട്ടെന്ന് സന്തോഷം തോന്നി. ഇല്ലേ, എനിക്കൊരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ലേ, അപ്പൊ പിന്നെ രാജ അപ്ന ഉസ്തര നിക്കാലോ മുണ്ടൻ കർണ ഹേ,
രാജാവ് ആ ബാർബറോട് പറയാ തന്റെ തല ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേസർ പുറത്തെടുക്കൂ, ഒരാളുടെ മുടി ഷേവ് ചെയ്യാനുണ്ട്. മുണ്ടൻ തബ് തോ ഇനാം ബി അച്ഛാ മിലേഗ. ഇത് കേട്ടപ്പോ ബാർബർക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷായി. ഒരാളുടെ മുടി മൊട്ടയടിക്കാനാണോ? അപ്പൊ പിന്നെ നല്ല സമ്മാനവും കിട്ടുമല്ലോ. ഫിർ മുജേ ക്യാ, പിന്നെ എനിക്ക് എന്താ? രാജ് ദർബാർ മേ കേശ് ഉദാരു യാ നദി കിനാരെ സബ് ബരാബർ. രാജകൊട്ടാരത്തിൽ മുടി ഷേവ് ചെയ്യോ അല്ലെങ്കിൽ നദിയുടെ കരയിലാണോ, എല്ലാം ഒരുപോലെ തന്നെയാണ്. കൂടുതൽ സമ്മാനം കിട്ടുമെന്ന് ആലോചിച്ചപ്പോ അദ്ദേഹത്തിന് സന്തോഷായി. പേട്ടി ഘോൽ തയ്യാറി കർത്ത. അദ്ദേഹത്തിന്റെ ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് മുടി ഷേവ് ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. തമാശ ദേഖ്നെ കെ ഉത്സുക് ദർബാരി ധീരെ ധീരെ മഞ്ച് കെ നികട് ആത്തേ ഹെ. ദർബാറിലുള്ള മറ്റാളുകളൊക്കെ ഈ ഒരു തമാശ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കാണാൻ വേണ്ടി മുന്നോട്ട് വന്നു. തെനാലി ക്ഷമാ കരേ മഹാരാജ്, പ്ലീസ് ഫോർഗിവ് മീ എന്നാണ് തെനാലിരാമൻ പറയുന്നത്. രാജ क्षमा वमा कुछ नहीं, वह तुम्हें पहले सोचना था जब मेरा अपमान किया, मंच पर चढ़ो. തെനാലിരാമൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ രാജാവ് പറയാ, നിന്നോട് ഞാൻ ക്ഷമിക്കാനൊന്നും പോകുന്നില്ല, ഇതൊക്കെ നീ മുമ്പേ ആലോചിക്കണമായിരുന്നു, എന്നെ അപമാനിച്ച സമയത്ത് നീ ആലോചിക്കണമായിരുന്നു. തെനാലി മഞ്ച് പർ ചടുത്ത, സ്റ്റേജിന്റെ നടുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തെനാലി അതിന്റെ മുകളിലേക്ക് കയറുകയാണ്. നായി അരെ ഇത്നേ മഹാനാത്മിക മുണ്ടൻ, ഓ ഇത്രയും മഹാനായ ഒരാളുടെ മുടി വെട്ടാനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രാജ ഡറോ മത് നായി തും ആജ്ഞാക പാലൻ കരോ, പേടിക്കൊന്നും വേണ്ട, നീ ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. നായി ജോ ആജ്ഞ മഹാരാജ്, നിങ്ങള് പറയുന്നത് പോലെ ചെയ്യാം മഹാരാജ്. ഉസ്തര ലേക്കർ തെനാലി കെ പാസ് ജാത്താ ഹെ. എന്നിട്ട് മുടി ഷേവ് ചെയ്യാനുള്ള റേസറും എടുത്തിട്ട് തെനാലിരാമന്റെ അടുത്തേക്ക് ബാർബർ പോവാണ്. തെനാലി മഹാരാജ് ആജ്ഞാ ദേത്തോ ഏക് നിവേദൻ കരൂ. അപ്പൊ തെനാലിരാമൻ പറയാ, മഹാരാജ് സമ്മതമാണെങ്കിൽ ഞാൻ ഒരു പ്രശ്നം അവതരിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ദർബാരിഗൺ, അപ്പൊ മറ്റു ദർബാരിഗൺ എല്ലാരും കൂടി ആപ്പസ്മേ അവശ്യ കോയി നെയ് ചാലേ, എന്തോ ഒരു പുതിയ ട്രിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. രാജ കഹോ തെനാലി, പറയൂ. തെനാലി महाराज इन बालों पर मैंने 5000 അഷ്റഫിയാം ഉദാർ ലീ ഹേ. മഹാരാജാവേ, എന്റെ ഈ മുടി പണയം വെച്ച് ഞാൻ 5000 അഷ്റഫിയാം, ആ സമയത്തുള്ള ഗോൾഡ് കോയിൻ ആണ്, അപ്പൊ 5000 ഗോൾഡ് കോയിൻ കടം എടുത്തിട്ടുണ്ട്. ജബ് തക് ഋൺ ന ചുകാ ദൂ കേസ് കട്വാനെ കാ കോയി അധികാർ നഹീ മുझे. ഞാൻ ഈ മുടി പണയം വെച്ചിട്ടാണ് ഗോൾഡ് കോയിൻ എടുത്തിരിക്കുന്നത്, അത് തിരിച്ചു കൊടുക്കുന്നവരെ എന്റെ ഈ മുടി വെട്ടാൻ എനിക്ക് ഒരു അധികാരവുമില്ല. സാബ് ദർബാരി ദേഖാക്കീന ദൂർത്തത. അപ്പൊ ദർബാരികൾ പറയാണ്, കണ്ടില്ലേ അയാള് പുതിയ ട്രിക്ക് ഇറക്കുന്നത് കണ്ടില്ലേ. രാജ ശാന്ത് ദണ്ഡ് തോ ഭുഗ്തന പടേഗ ഇൻകോ, ശിക്ഷ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ. സോച്ച് കർ ഏക് ദർബാരി സേ, പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് ഒരു ദർബാരിനോടായിട്ട് പറഞ്ഞു, ജാओ അബി കോർട്ട് സേ 5000 അഷ്റഫിയാം നികാൽ കർ ഇൻകെ ഘർ ഭിജ്വാओ. ഉടൻ തന്നെ ഇവിടെ ഖജനാവില് എവിടെയാണോ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടുന്ന് ഒരു 5000 അഷ്റഫിയാം എടുത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അയക്കൂ. നായിസെ, അതിനുശേഷം ബാർബറോട് പറയാ, കാം പൂരാ കരോ, ഉടനെ തന്നെ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യൂ. ദേഖ്ന ഏക് ബാൽ ബി ന ചൂട്ടെ, ഒരു മുടി പോലും ആ തലയിൽ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ ഷേവ് ചെയ്യണം. ദർബാരി പ്രസन्न നായി ഫിർ ഉത്സര ഉടാത്ത. ഇത് കേട്ട് എല്ലാ ദർബാരികൾക്കും വളരെ സന്തോഷമായി. ഓ, തെനാലിരാമന്റെ ഐഡിയ ഇവിടെ വർക്കൗട്ട് ആയില്ല. അതുപോലെ ബാർബർ തന്റെ റേസർ എടുത്ത് വീണ്ടും മുടി ഷേവ് ചെയ്യാൻ റെഡിയായി. തെനാലി റോക്കർ ക്ഷൺ ബാർ ഭയ്യ, ഒരു മിനിറ്റ് നിക്കൂ ബ്രദർ എന്ന് തെനാലിരാമൻ ബാർബറോട് പറയാ. ആസൻ ലഗാക്കർ മഞ്ച് പർ ബൈറ്റ് ജാത്താ ഹെ, എന്നിട്ട് ചമ്രം പഠിച്ച് നിലത്തിരിക്കുകയാണ്. ആംഖേ മൂന്ത് ഹാത്ത് ജോഡ് മന്ത്രോ കാ ഉച്ചാരൺ കർത്താ ഹെ, അതിനുശേഷം കണ്ണടച്ച് കൈയൊക്കെ കൂപ്പി മന്ത്രോച്ചാരണങ്ങൾ പ്രേയേഴ്സ് ചെല്ലാൻ തുടങ്ങി. ഓം നമോ ശിവായ, ഓം നമോ. രാജ ബീച്ച് മേ, ഇത് കണ്ടപ്പം പെട്ടെന്ന് രാജാവ്, തെനാലി യേ ക്യാ,
തെനാലി ഇനി എന്താണ് ഇപ്പോ, ഇതെന്താണ് കാര്യം? ദർബാരി ആപ്പസ് മേ ഏക് നയാ ഡോങ് ഹദ് സെ ചതുരായി കി. ഇനി ഒരു അടുത്ത ട്രിക്ക് ഇറക്കാണ്, നോക്കാം എന്ത് ബുദ്ധിയാണ് ഇയാള് കാണിക്കാൻ പോകുന്നത്. തെനാലി ആംഖേം ഖോൽക്കർ ശാന്തി സെ സംജാത്തെ ഹുവേ. തെനാലി രാമൻ കണ്ണു തുറന്നിട്ട് രാജാവിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ പറയാണ്. കൃപയാ ബീച്ച് മേ മത് ടോക്കേ. ദയവ് ചെയ്ത് ഇടയിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. മേ ആപ്കി ബലായിക്ക് ലിയേ പ്രാർത്ഥന കർ രഹാ ഹൂ. ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, രാജാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചെല്ലുന്നത്. രാജ പഹേലി മത് ബുझാവോ. നായി ദേരേ ക്യോ. ബാർബർ നിങ്ങൾ എന്തിനാണ് സമയം കളയുന്നത്? ഉസ്തര ഉഡാവോ. റേസർ എടുക്കൂ. തെനാലി മേരി ബാത് സുന്നേ കാ കഷ്ട് കരേ മഹാരാജ്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ മഹാരാജാവേ. ദർബാരി അധീർ ഹോക്കർ മഹാരാജ് മത് സുനിയേ. ഇത് കേട്ടപ്പോ ദർബാരികള് അവർക്കാകെ മടുത്തു. ഇവര് എന്തൊക്കെ ഐഡിയാസ് ആണ് ഇപ്പോ തെനാലിരാമൻ കൊണ്ടുവരിക എന്ന് ആലോചിച്ചിട്ട് അവർക്കാകെ ദേഷ്യം വരുന്നുണ്ട്. അവരെല്ലാരും കൂടി ഒരുമിച്ച് പറയാണ്, മഹാരാജ് മത് സുനിയേ. അയാൾ പറയുന്നതൊന്നും കേൾക്കരുത്. നായി അപ്നാ കാം കരോ. ബാർബർ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. നായി ഫിർ ഉസ്തര ഉഠാത്താ ഹേ. രാജ രോക്താ ഹേ. ബാർബർ വീണ്ടും റേസർ എടുത്തിട്ട് മുടി കളയാൻ വേണ്ടി പോകുമ്പോ രാജാവ് തടയാണ്. തെനാലി അപ്പൊ തെനാലിരാമൻ പറയാണ്, ഹമാരെ യഹാ മാതാപിതാ കെ സ്വർഗ സിതാർനെ പർ ഹി മുണ്ടൻ ഹോത്താ ഹേ. നമ്മളുടെ ഇവിടെ സാധാരണയായിട്ട് അച്ഛനും അമ്മയും മരിച്ച സ്വർഗത്തിലേക്ക് പോകുമ്പോഴാണ് മക്കള് തലയൊക്കെ മുഴുവനായിട്ട് ഷേവ് ചെയ്തിട്ട് മുണ്ടൻ ചെയ്യുന്നത്. രാജ തുമാരെ മാതാപിതാ സ്വർഗ സിതാർ ചുക്കേ ഹേ. നിന്റെ അച്ഛനും അമ്മയും ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ. ഫിർ ക്യാ ആപത്തി. ഇനി എന്താ പ്രശ്നം? നിന്റെ അച്ഛനും അമ്മയും ഓൾറെഡി മരിച്ചല്ലോ. ഇനിയിപ്പൊ നീ ഇവിടുന്ന് ഷേവ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? തെനാലി മഹാരാജ് അബ് ആപ് ഹി മേരാ മാതാപിതാ ഹേ. ശരിയാണ്, എന്റെ അച്ഛനും അമ്മയും മരിച്ചതാണ്. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് എന്റെ പേരന്റ്. ആപ് സാമ്നെ വിരാജ്മാൻ ഹേ. നിങ്ങൾ മരിക്കൊന്നും ചെയ്യാണ്ട് എന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഫിർ മുണ്ടൻ കേസേ കരാവോ. പിന്നെ ഞാൻ എങ്ങനെയാ ഷേവ് ചെയ്യുന്നത് എന്റെ തല? ഇതർ മേരാ മുണ്ടൻ ഹോ ഉദർ ആപ് സ്വർഗ സിതാരേ തോ. ഇവിടെ എന്റെ മുടി വെട്ടുന്ന സമയത്ത് അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ച, അല്ലെങ്കിൽ അങ്ങ് മരിച്ച് സ്വർഗത്തിലേക്ക് പോയാലോ? രാജ അരെ യേ കേസേ ഹോ സക്താ. രാജാവ് ആകെ പേടിച്ച് ഘബരാക്കർ പേടിച്ചോണ്ട് ചോദിക്ക, ഇതിപ്പോ എന്താണ്, ഇതെങ്ങനെയാ നടക്കുക? തെനാലി ആപ്കെ സ്വർഗ സിദ്ധാർണേക്ക് പെഹലെ മേ മുണ്ടൻ കരാവൂ തോ അവശ്യ ആപ് പർ വിപത്തി ആയേഗി. തെനാലിരാമൻ പറയാ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എന്റെ ഷേവിങ് ചെയ്തു എന്ന് വെച്ചാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നം സംഭവിക്കും. ഇസ്ലിയെ പ്രഭുക്കോ യാദ് കർ രഹാ ഹോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്റെ ഈ മുടി മുറിച്ചതെന്ന് വിചാരിച്ച് രാജാവിന് ഒന്നും സംഭവിക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് തെനാലിരാമൻ പറഞ്ഞു. രാജ സോച്തേ ഹുവേ. ഇത് കേട്ടപ്പോ രാജാവ് എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി. മുണ്ടൻ സെ പേലെ സച്ച് മേ മൃത്യു ആ ഗയി തോ. രാജാവ് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. തെനാലിരാമന്റെ മുടി മുണ്ടനം ചെയ്യുന്നതിന് മുമ്പ് ഇനി അഥവാ ഞാൻ മരിച്ചു പോയാലോ? നഹി നഹി രോക് ദോ ഹാത്ത് നായി. തെനാലി ദൻ വാപ്പസ് ലിയാ മേനെ. അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചു കഴിഞ്ഞപ്പോ രാജാവിന് തന്നെ പേടിയാവാൻ തുടങ്ങി. ഇനി ഇയാളുടെ മുടി മുറിച്ചതിന് ശേഷം എന്തെങ്കിലും ആപത്ത് വരുമോ, ഇനി അതിനേക്കാളും മുമ്പ് ഞാൻ മരിച്ചോ എന്നൊക്കെ. എന്നിട്ട് പെട്ടെന്ന് ബാർബറോട് പറയാ, മതി നിർത്തൂ, തേനാലി ദണ്ട് വാപ്പസ് ലിയാ മേനെ. ഞാൻ നിങ്ങക്ക് ശിക്ഷ പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ്, ഇനി ഒരു ശിക്ഷയും ഒന്നും വേണ്ട. തേനാലി മഹാരാജ് ആപ് ദീർഘായു ഹോ ആപ് മഹാൻ ഹോ. ഇത് കേട്ടപ്പോ തെനാലിരാമൻ പറയാ, മഹാരാജ് നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ, നിങ്ങൾ വളരെ കാലം ജീവിക്കുന്ന ആളായിരിക്കും. ആപ് മഹാൻ ഹോ, നിങ്ങൾ വളരെ മഹാനായ ഒരു മനുഷ്യനാണ്. രാജ മുസ്കുരാത്തെ ഹുയേ ഓർ തും കുച്ച് കം നഹി. ഇപ്പൊ രാജാവിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇയാൾ നല്ല ബുദ്ധിമാനാണ്, അയാൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബുദ്ധി പ്രയോഗിച്ചതാണെന്ന് രാജാവ് മനസ്സിലായി. അപ്പൊ രാജാവ് പറയാ, ഓർ തും കുച്ച് കം നഹി, നീ ഒട്ടും കുറവല്ല. തുംസെ കോൺ ജീത് സക്താ ഹേ, നിന്നോട് മത്സരിച്ച് ആര് ജയിക്കാനാണ്? അഷ്റഫിയാം ബി ലി ഓർ ദണ്ഡ് അപമാൻ സെ ബി ബച്ചേ.
അപ്പൊ എന്റെ അടുത്തുനിന്ന് 5000 സ്വർണ്ണ നാണയവും നീ കൈക്കലാക്കി. അത് മാത്രല്ല നിനക്ക് ഞാൻ വിധിച്ചിരുന്ന ശിക്ഷയും നീ തിരിച്ച് എടുപ്പിച്ചു. पर मैं तुम्हारी चतुराई से एक बार फिर प्रसन्न हो गया. അതുപോലെ നിന്റെ ബുദ്ധിശക്തിയില് ഞാൻ ഒരിക്കൽ കൂടി പ്രസന്നനായിരിക്കുകയാണ്, ഹാപ്പി ആയിരിക്കുകയാണ്. ചലോ ബാഗ് മേ ചലേ, വാ നമുക്ക് ഒരുമിച്ച് ഗാർഡനിലേക്ക് പോകാം. राजा सिंहासन से उतरकर तेनाली को साथ लिए बाहर निकल जाते हैं. എന്നിട്ട് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി രാജാവ് തെനാലിരാമനെയും കൂട്ടി കൊട്ടാരത്തിലുള്ള ഗാർഡനിലേക്ക് നടന്നു പോവാണ്. പെഹ്ലാ ദർബാരി സിർ ടോക്തേ ഹുയേ ഫിർ ജൂട്ട് ഗയാ തെനാലി. അപ്പോ ഈ ദർബാരികൾ എല്ലാരും കൂടി ആലോചിച്ച് ഉണ്ടാക്കിയിരുന്ന ട്രാപ്പ് ആയിരുന്നില്ലേ, അതിൽ നിന്ന് ഈസിയായി തെനാലിരാമൻ രക്ഷപ്പെട്ടു പോയപ്പോ ദർബാരികൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആദ്യത്തെ ദർബാരി പറയാ, സി പിന്നെ അയാള് രക്ഷപ്പെട്ടു. ദൂസരാ ദർബാരി ടപ്പ് സെ ഗിർത്തെ ഹുയേ 5000 അശ്രയാം ഭി മാർലി. 5000 ഗോൾഡ് കോയിൻസും കൂടി അയാള് കൈക്കലാക്കി. तीसरा दरबारी बाल नोचते हुए हम फिर हार गए. നമ്മൾ വീണ്ടും തോറ്റുപോയി, കണ്ടില്ലേ. സബ് ദർബാരി എല്ലാരും കൂടി ഒരുമിച്ച് ഹായ് തെനാലി തുമാരി ബുദ്ധിനെ ഹമേ ഫിർ മാത് ദി. നിന്റെ ബുദ്ധി ഞങ്ങളെ വീണ്ടും തോൽപ്പിച്ചു. പർദ ഗിർത്താ ഹേ. അങ്ങനെ ഈ ഡ്രാമ അവിടെ കഴിയാണ്, കർട്ടൻ താഴേക്ക് വീഴാണ്. രത്നസാഗർ പ്രകാശൻ സെ സാബാർ. തെനാലിരാമന്റെ ഇതുപോലെയുള്ള പല പല കഥകളുമുണ്ട്. നിങ്ങൾ എത്ര പേര് തെനാലിരാമന്റെ കഥ വായിച്ചിട്ടുണ്ട്? ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാരും ആദ്യം മുതൽ ഒന്നുകൂടി ഈ സ്റ്റോറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇതിന്റെ എക്സസൈസിന്റെ കുറച്ച് ഭാഗം നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.